ഞാനാകെ ഒരു പ്രാവശ്യം മാത്രമേ പെരളശ്ശേരി പോയിട്ടുള്ളൂ, അതും കുറേ മുന്നേ. അന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഇതിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള ഒരുത്തന്നെ ഞാൻ കല്യാണം കഴിച്ചു. ഒരു പ്രാവശ്യം വന്നിട്ടുള്ളെങ്കിലും എനിക്ക് ഈ അമ്പലവും അറ്റ്മോസ്ഫിയറൊക്കെ അന്നേ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഇതുപോലത്തെ കടകളും ഉത്സവത്തിനുള്ള കടകളും അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അതൊക്കെ പാസ് ചെയ്ത് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിലും ആദ്യം പോയത് അമ്പലക്കുളത്തിലാണ്. പെരളശ്ശേരി പോയിട്ട് അമ്പലക്കുളത്തിൽ ഇറങ്ങാത്തതായിട്ട് ആരാ ഉണ്ടാവുക അല്ലേ? ഈ കുളം കണ്ടാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇതേത് അമ്പലം. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് 6 വർഷം കഴിഞ്ഞിട്ട് 7ാമത്തെ വർഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് അമ്പലത്തിൽ വരാമെന്ന് കരുതി. എൻ്റെ ഒഫീഷ്യൽ ക്യാമറാമാൻ ഫോട്ടോസും വീഡിയോസും ക്യാപ്ചർ ചെയ്യുന്ന തിരക്കിലാണ്, ഞാനത് നോക്കുന്ന തിരക്കില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തനെ വീഡിയോ കാണിക്കുന്നതിലുള്ള ധീരരോധനമാണ് നിങ്ങളാ കാണുന്നത്. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി. ഹസ്ബൻഡിൻ്റെ അമ്മ സർപ്പബലി അങ്ങനത്തെ ഓരോ വഴിപാടൊക്കെ കഴിക്കാൻ ഇവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വഴിപാട് പൂജ അങ്ങനത്തെ കാര്യത്തിലൊന്നും വിശ്വാസമല്ല, പക്ഷെ അമ്പലത്തിൻ്റെ വൈബും ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ അമ്പലമൊക്കെ പ്രദക്ഷിണം ചെയ്തിട്ട് ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടാവും. അവിടെ ഇരുന്ന് അതും കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.